ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കട്ടൂർ കഫേ. എന്തെല്ലാന്ന് വിശേഷ സുഖം എല്ലാവർക്കും, ഞങ്ങൾക്ക് സുഖം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ജോർജിയൻ ട്രിപ്പ് പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നല്ല കേട്ടോ സംഭവം, നെക്സ്റ്റ് വ്ളോഗിലാണ് ഞാൻ പറഞ്ഞ ആ ഒരു അടിപൊളി സംഭവം വരുന്നത്. ഇന്ന് നമുക്ക് കുറച്ചും കൂടി മണ്ണെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ പുലർച്ചെയിലെ വീഡിയോയിലാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇതും കൂടി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിട്ടുപോയി. അപ്പം ഞാനിതാ ഈ ഒരു വീഡിയോ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയിൽ ഞാൻ മേലിലേക്ക് കയറുന്നതിന് മുമ്പേ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കാട്ടൂർ കഫേ എന്നുള്ളത് എവിടെയും വിടുന്നില്ല കേട്ടോ, കാറിനും കൊണ്ടുപോയിട്ട് എഴുതി കൊടുത്ത് കാട്ടൂർ കഫേന്ന്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഏകദേശം എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നിട്ടുണ്ടായി. ശരിക്കും അന്നത്തെ ഒരു ദിവസത്തിലും എൻ്റെ ഫോണെല്ലാം കാണാണ്ടായിട്ടുള്ള ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിനി. ചെറുതെന്നല്ല, വലിയ ഇഷ്യൂ തന്നെയാണ്. ഓക്കെ, അതൊക്കെ പറഞ്ഞാൽ ഇൻഷാല്ലാ ഈ ഒരു ഏതെങ്കിലും ഒരു ഇതിൽ ചാൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. എന്നില്ല, ആ ഒരു ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമോറബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്. 4 സ്റ്റാർ ഹോട്ടൽ. പിന്നെ ഇത് ജോർജിയൻസ് തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല എന്താ പറയുക, നല്ല വ്യൂവും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നു. ബിക്കോസ് നമുക്കത് അത്രയും ഇഷ്ടമായി അവരുടെ സർവീസും കാര്യങ്ങളെല്ലാം. പിന്നെ ഇതാ നമ്മൾ ആ ഒരു കയ്യിലും ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ റൂമിലും ഹീറ്ററൊക്കെ ഉണ്ട്. ബാത്റൂമിലായാലും ഉണ്ട്, റൂമിലായാലും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യിൽ ഹീറ്റാക്കിയതിന് ശേഷം നമ്മൾ റൂമിലേക്ക് കയറാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അന്ന് രാത്രി അത് അവിടെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയേന്ന്. ഓക്കെ ഓക്കെ, സാറാ മോളെ ആ ഇതെടുത്തിനാ, കേസ് എടുത്തിനാ? ആ സിപ്പാക്കി തരാം, അങ്ങോട്ട് വാ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇന്ന് സ്നോ ആക്ടിവിറ്റീസിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് പോവും ഇൻഷാല്ലാ. പിന്നെ ഇതിൻ്റെ മേലില്ല ഈ ഒരു ഹോട്ടലിൻ്റെ മേൽഭാഗത്തിൻ്റെ വ്യൂ എല്ലാം വന്നിട്ട് ഇതിൽ കാണുന്നു. ഇത് നോക്കാൻ പോകും നമ്മളെ റൂമിൽ നിന്ന് കണ്ടാൽ തന്നെയാണ് അതിൻ്റെ ഒരു വേറൊരു രീതിയിലുള്ളത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇതാ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ രാവിലത്തെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ ഇവിടെ ഭക്ഷണം ഹലാലായിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളതെല്ലാം ഹലാൽ ഫുഡാണ്. കോൺഫ്ലക്സ് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ കൂടാണ്ട് തന്നെ പിന്നെ സോസേജ്. ഇത് ചിക്കൻ സോസേജ് റൈറ്റ്? ചിക്കൻ നോ ഓക്കെ, താങ്ക് യു. അപ്പോൾ അതും പറ്റില്ല, അത് ചിക്കനല്ല. അവിടെ നല്ല ഭംഗിയിൽ ഫുഡെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചോറും എല്ലാം എടുത്തിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. ഫസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് പക്ഷേ ചോറിൽ എന്നിട്ടൊന്ന് സെറ്റായിട്ട് തന്നെ പുറത്തേക്ക് പോയി. ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ല ദിവസമായതുകൊണ്ട് എന്തായാലും നല്ലോണം കഴിക്കണം. മക്കളെ അവിടുന്ന് കഴിക്കുന്നുണ്ട്. നല്ല ചൂട് കോഫി കേട്ടോ, കോഫി നല്ല അടിപൊളിയായി. കോഫിയാണ്. നമ്മളെ രാവിലത്തെ ആ ഒരു വ്യൂ വന്നിട്ട് കാണുന്ന നാവലും തണുത്തിട്ട് വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദൂരെ ഇല്ല ആ ഒരു വീട്. അതുപോലെ തന്നെ ഇതാ നിങ്ങൾ നോക്കിയ മരങ്ങളെല്ലാം ഫുള്ള് മഞ്ഞാണ്. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ. അതാ സൂം ചെയ്ത് കാണിച്ചിട്ട് വേണ്ട, ക്രിസ്മസ് ട്രീ. എന്നിട്ടിതാ ഇവിടെ നമ്മളെ സീറ്റ് രാത്രി വന്നിട്ട് നമ്മൾ ഇരുന്ന് കണ്ടിട്ട് അതെല്ലാം ഇതാ ഫുള്ളിങ്ങനെ മഞ്ഞായിട്ടുണ്ട്. സാറാ മറന്ന മാഷാല്ലാ കാറ്റിന് കണ്ടാ വീണ് കണ്ടാ മഞ്ഞ് താഴേക്ക്.
നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് ഭയങ്കര എക്സ്പ്ലനേഷൻ ആയിപ്പോയല്ലോ. സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് സന്തോഷം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതാ പുക വരുന്നുണ്ട് വായിന്ന്. ഒരു മിനിറ്റ് സാറാ. ഓക്കെ, നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഒരു ഹോട്ടലിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാന്ന് കേട്ടോ. ഹോട്ടൽ നിങ്ങൾ കണ്ടല്ലോ. ഇതിന് വിവരങ്ങളിൽ ബാക്കി ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഞാൻ പോയിട്ട് റൂമിൽ കയറിയിട്ട് പെട്ടിയിലെടുത്ത് വരട്ടെ. അങ്ങനെ ഞാനെന്താക്കി, ക്യാമറ ഓഫാക്കിയിട്ട് തിരിച്ച് പോകാൻ പോകുമ്പോഴേക്കാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പം വിചാരിച്ചു അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളത്. നോക്കി ആ ഒരു ഐസ് താഴേക്ക് ഇങ്ങനെ വീഴുന്ന പോലത്തെ ഒരു സംഭവം നല്ല രസമില്ലേ കാണാൻ. ഓക്കെ, അപ്പം അതും കണ്ട് പിന്നെ ഇതാ താഴത്തെ സ്റ്റെപ്പിലും തലേന്ന് രാത്രി ഇത്രത്തോളമൊന്നും ഉണ്ടായിട്ടില്ല സ്നോ. രാവിലെ ആകുമ്പോഴേക്കും ഫുള്ള് കവേർഡായി. നമ്മൾ ആ ഒരു കാട്ടൂർ കഫേ എന്നെല്ലാം എഴുതിയ ആ കാറിൽ നിങ്ങൾ നോക്കി അതിൻ്റെ മേലിൽ ഇത്രയും സ്നോ. നമ്മളെ വണ്ടി ഇവിടെ വന്നിട്ട് നമ്മളെ ലഗേജ് എടുത്തിട്ട് പോയി. അപ്പം നമ്മൾ നടന്നിട്ട് താഴേക്ക് പോയാന്ന്. അപ്പം വെച്ചാൽ നല്ല സ്നോ ആയതുകൊണ്ട് വണ്ടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളേക്ക് താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഇതാ നമ്മള് റെഡി ആയില്ലേ, ബാഗെല്ലാം എടുത്ത് റെഡിയായി. ഇറങ്ങാനാവുമ്പോഴേക്കും കുറച്ചും കൂടി കാണുന്നു. ശരിക്കും ഇല്ലേ, രാവിലെ മുതലേ ഇവരെ വെറുപ്പിക്കല ഞാൻ. ഇതിലിട്ടാൽ നമുക്ക് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും കാണാം, നമുക്കും നമ്മുടെ ഇതെല്ലാം ഓർമ്മിക്കാം. ദൂരത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്രിക്ക് ആ ഒരു സ്ഥലത്തെത്തിയപ്പം എങ്ങനെയാ പോസ് ചെയ്യേണ്ടത് ഒരു നിശ്ചയമില്ല. കിടന്നിട്ടാണോ എൻ്റെ മന്നത്ത് ആള് ഫുള്ള് കിടക്കുക തന്നെ ചെയ്തത്, വല്ല ഇരുന്നിട്ടാണോ എൻ്റെ മഞ്ഞും കൊണ്ട് പറക്കണോ. ശരിക്കും ആ സമയത്ത് നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കട്ടെ. ലേഡീസ് ട്രിപ്പും കൂടി ആയതുകൊണ്ട് ഭയങ്കര ഫണ്ണി ആയിരുന്നു. എല്ലാവരും കൂടി ആയപ്പോൾ ഞാൻ നല്ലോണം ആളെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ ഈ പോസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എന്നെന്താ പറയാന്ന് കണ്ടറിയാം. അപ്പോൾ ഇവിടുന്ന് ആ ഒരു കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമ്മളിപ്പം താഴോട്ട് നടക്കേനെ. വരാൻ പറ്റാത്തതുകൊണ്ട് ലഗേജ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ടേ ഉള്ള സാധനങ്ങളെല്ലാം നോക്കിയില്ലേ. ഈ സൈഡിലെ വീട് വേണ്ട, മരങ്ങളെ വേണ്ട. നിങ്ങൾ ഇങ്ങനെ വെള്ളാവുന്നുണ്ട് ഈ സൈഡില്. ഈ ഭാഗത്തേക്ക് നമ്മൾ സ്ലിപ്പാവുക. അതെങ്ങനെയാണെങ്കിൽ വെള്ളമാകുന്ന ഞാൻ പറ്റാം. ഈ തിരിഞ്ഞിട്ട് അങ്ങനെ ഈ സ്കീ റിസോർട്ടിലെത്തിയിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റി ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം നിങ്ങൾ കണ്ടിനല്ലോ, ഹെവി സ്നോഫാൾസ് ആയിട്ട് മക്കളും നമ്മളും എല്ലാം തണുത്തിട്ട് ഒന്നിനും പറ്റുന്നുണ്ടായിട്ടില്ല. പിന്നെ വേഗം തന്നെ കാറിൽ തിരിച്ച് കയറി. നമ്മളെ വണ്ടി ഇതിൽ നോക്കിയാൽ ഐസിൽ ആയിപ്പോയിട്ട് എടുക്കാൻ പറ്റാതെ നമ്മൾ ഇങ്ങനെ പുറത്തിറങ്ങി ഇവരെ തള്ളുന്നു. അയ്യോ എൻ്റെ വായി എനിക്ക് പെട്ടെന്ന് പറ്റാറ്റുന്നില്ല, ഷിവർ ചെയ്യുന്നത്. നമ്മളിതാ ഇവിടുന്ന് റൈഡ് കഴിഞ്ഞ് ഇപ്പൊ നമ്മളെ വണ്ടി കണ്ടാ കുടുങ്ങിട്ട് പോയി പുറത്തേക്ക് ഇറങ്ങിട്ടേ. ഇത് കുറച്ച് സ്നോ കുറച്ച് കൂടിപ്പോയി. അല്ല ഇത്ര നല്ല തണുപ്പും. തണുപ്പ് എന്താന്ന് വെച്ചാല് കാറ്റ് ഭയങ്കരം, അതുകൊണ്ട് ഇതാവുന്നു തണുക്കുന്നു. അല്ലാണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ലേനു. കാറ്റ് തോന്നപ്പോഴാണ് ഭയങ്കര ഇതായത്. അവർക്ക് ജമ്പിങ് കാസ്റ്റിൽ പോലെ ഉണ്ടാവും. അങ്ങനെ അവിടെയുള്ള എല്ലാവരും കൂടിയിട്ട് കാറൊക്കെ എന്താ പറയാനേ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് നമ്മളിതാ അതോ നിങ്ങൾ കണ്ടോക്കിയാൽ നമ്മൾ പോകുന്ന വഴികൾ ഇതെന്തൊരു മൊഞ്ചുള്ള സ്ഥലമെന്നാ. ആശാല നല്ല രസമുണ്ട്. ഈ വ്യൂവും കണ്ട് ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയി. അമ്രി മതിയിട്ട് അതിന് ബാക്കി ഞാൻ പറയട്ടെ. നീ അവിടെ സ്റ്റോപ്പാക്ക്. നിങ്ങളൊന്ന് നോക്കി ഈ സ്ഥലം
പഠിച്ചോനെ പണ്ട് നമ്മൾ പിന്നെ സ്കൂളിലെ ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ പഴയ പഴയ ഫിലിം കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം ഫിലിമെല്ലാം ഉണ്ടായിട്ടില്ലേ, അതിലെല്ലാം കണ്ട ആ ഒരു സ്ഥലം നമ്മളെ കണ്ടുകൊണ്ട് നേരിട്ട് കാണുമ്പോൾ ഈ ഒരു സീനിന് ശരിക്കും നമ്മൾ ആ ഒരു മനസ്സിലുള്ള ചിത്രം മാത്രമേ ഉണ്ടായിട്ടും. ശരിക്കും നമ്മളിത് ശരിക്കും കാണുമ്പോഴില്ലേ ആ ഒരു ചിത്രം പോലെ തന്നെ ഇതെല്ലാം ഒറിജിനലാണെന്ന് നമുക്ക് വിശ്വസിക്കാനും കഴിയുന്നില്ല. പക്ഷെ ആ ഒരു കറക്റ്റ് ഇതൊക്കെ തന്നെ അന്ന് നമ്മൾ കണ്ടതെന്നുള്ളത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളെല്ലാം ഇല്ലേ, ഇതൊന്നും ഞാൻ കുറക്കുന്നില്ല വീഡിയോയിൽ, അത് മാക്സിമം അത് അവിടെ ഉണ്ടായിക്കോട്ടെ. പിന്നെ അമ്രിയിലും പറഞ്ഞതുപോലെ നമുക്ക് തന്നെ എപ്പോഴെങ്കിലും കാണാമല്ലോ ഈ ഒരു വീഡിയോസ്, അതിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്കും അതുപോലെ ഇതൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും മനസ്സിൽ തട്ടുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കമൻസിൽ അറിയിക്കാം കേട്ടോ. അപ്പം നമ്മൾ സ്കീ റിസോർട്ടിൽ പോയിട്ട് ഒരു ഭയങ്കര തമാശ ഉണ്ടായിന്. എന്താ അറിയാം, ആ ഒരു സംഭവം ഇല്ലേ, അത് ഒരു റൗണ്ടിന് 20 ചെല്ലാൻ തോന്നുന്നേ, എനിക്ക് ഉറപ്പില്ല, അത്ര തന്നെ. അപ്പോൾ എല്ലാവരും ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് അത് അവിടെ നിർത്തി. അപ്പം ഞാൻ എന്താക്കി, നാട്ടിൽ നിന്നെല്ലാം വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ കുറേ ആയല്ല വണ്ടിയൊന്നും എടുക്കാത്ത, അപ്പോൾ ഒന്ന് ഡ്രൈവിങ്ങിലൊന്ന് സെറ്റാക്കാന്നില്ലെങ്കിൽ ഞാൻ ഒരു റൗണ്ടും കഴിഞ്ഞ് 2 റൗണ്ടും കഴിഞ്ഞ് 3ാമത്തെ റൗണ്ടും കഴിഞ്ഞ്. അപ്പോൾ ഇതിന് ഓരോ റൗണ്ടിനും ഇത്ര 20 വീതം കൊടുക്കണമെന്ന് ഞാൻ അറിയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ 4ാമത്തെ റൗണ്ട് എടുക്കാൻ വരുമ്പോൾ ഇവരെല്ലാം കൂടി എന്നെ ഇങ്ങനെ കൂക്കി വിളിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ഫുള്ള് ആവേശത്തിൽ വണ്ടി ഓടിക്കുന്നു, വയ്യാന്നറിയുന്ന ഓരോ റൗണ്ടിനും അവരിത്ര. അപ്പോൾ അവരും ഭയങ്കര യു ആർ എ ഗുഡ് ഡ്രൈവർ എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഭയങ്കര പവറിൽ ഇങ്ങനെ ഓടിക്കുന്നു. മക്കളെ എൻ്റെ പൈസ തേച്ചും പോയി എന്നെ പറയാം. ലാസ്റ്റ് അത് ഭയങ്കര ഒരു വിറ്റായിരുന്നു കേട്ടോ. ഈ ഒരു യാത്രയിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം കൂടിയാണ്. അപ്പം നിങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാട്ടോ, ഒരു പ്രാവശ്യമാണ് അത്ര പൈസ, 2-3 നോക്കുമ്പോൾ അതിന് കണക്കായിട്ട് പൈസ കൂടുന്നില്ല കാര്യം. ഓക്കെ, तू जो नजरों के सामने कल होगा नहीं, तुझको देख लूं मैं मरना नैना तेरी और है मैं तो रहना. നമ്മൾ ഇവിടുന്ന് പിന്നെ നല്ല സ്നോഫോൾ ഉണ്ട്. അപ്പം കുറച്ച് വീഡിയോസും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ഇവിടുന്ന് എടുക്കാൻ വണ്ടി വരുന്നുണ്ട് റോഡ് സൈഡിൽ കൂടി. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ റീൽ എടുക്കാനും അതുപോലെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം നിർത്തിയിട്ട് ഇതൊക്കെ മാക്സിമം ആസ്വദിച്ചതിന് ശേഷം നമ്മളെ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ടാകുന്നു. എന്നിട്ട് വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഇതാ നിങ്ങളുടെ വീഡിയോ കണ്ടോക്ക്. ഇതാ പിന്നെ കുറച്ച് കോഫി വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് നിർത്തിയതാണ് ഈ ഒരു ഭാഗത്ത്. ഓക്കെ, സ്നോ കണ്ട ചെടിയുണ്ട്, സ്നോഫോളുണ്ട്, ചെറിയൊരു സ്ഥലം. നമ്മളിപ്പോൾ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയാണ്. അപ്പോൾ അതിനിടയിൽ കുറച്ചൊന്ന് കോഫിയിലും കുടിച്ചൊന്ന് സെറ്റാവും. മഞ്ഞാറി കിടക്കുന്നത് അങ്ങോട്ട് പോയി എന്താണെങ്കിലും എത്തിയിട്ട് നമ്മൾ രാവിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൂഴിയിലുണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഇവിടുത്തെ പൂഴി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അവിടേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അത് പറയുന്നില്ല. നമ്മൾ ടൗണിലെത്തിയിട്ടുണ്ട്. മനാലെന്താ ചോദിച്ചത്? എന്താ അത് കണ്ടിട്ട് ചോദിക്കുന്നത് പുറത്തേക്കാണോ? ഇവിടെ എത്തുമ്പോൾ കുറച്ചൊരു മാറ്റം വന്നു കേട്ടോ. അതാണ് ടൗൺ വരുന്നത്. കോഫിയെല്ലാം കുടിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ടൗണിനെ കുറിച്ച് 2 വാക്കും പ്ലീസ് പറയൂ. എന്താ പറയുക, തിബിലിസി എന്ന് പറഞ്ഞാൽ തന്നെ തിബിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൂട് എന്നാണ് അർത്ഥം. നമ്മൾ അവിടുന്നൊക്കെ വന്നുകൊണ്ടുള്ള ഒരു മാറ്റം ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ ഈ ത്രൂഔട്ട് ഇപ്പം വിന്ററിൽ തന്നെ ഉള്ള ചൂടുള്ള സ്ഥലമാണ് തിബിലിസി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ഒരു 70% ജോർജിയൻ്റെത് തിബിലിസി തന്നെയാണ്. അതിന്റെ മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ട്രാഫിക് ഒക്കെ മാറി, റോഡ് കണ്ടീഷൻ ഒക്കെ മാറി. പിന്നെ പഴയ സിറ്റിയാണ്, ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ സിറ്റി ഒന്നുമല്ല. സിറ്റി എന്ന് പറയാന്നുള്ള ഒരു ഇതില്ല. പക്ഷെ കുറെ മാറ്റങ്ങൾ, ഡെവലപ്മെന്റും കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. നമുക്ക് നാളെ പിന്നെ ഈ ലൈറ്റ് സിറ്റി ഓഫ് ലൈറ്റ്സ് എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. സിറ്റി ഓഫ് ലൈറ്റ്സ്, അതായത് എല്ലാ ടൈമിലും ലൈറ്റ് ഉണ്ടാവും.
ഈ ആ മേലെ ടവറൊക്കെ നമ്മൾ കണ്ടില്ലേ, അവിടെയൊക്കെ ഫുള്ള് ഇപ്പൊ ഓരോ കളർ തീമായിട്ടും ഓരോ പരിപാടിക്കൊക്കെ അനുസരിച്ചൊക്കെ അതിന്റെ മേലെ അങ്ങനെ ലൈറ്റ് ഷോ പോലെ ആക്കി വെക്കും. പിന്നെ പീസ് ബ്രിഡ്ജ് എന്നുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് ഇവിടെ കാണാം കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ. നാളെ മുതൽ അതൊക്കെ കവർ ചെയ്യും. നമ്മള് ഹോട്ടലിലേക്ക് പോവാണ്. അത് ഓൾഡ് ടിബിലിസി നമ്മുടെ സെന്ററിൽ തന്നെയാണ് ഹോട്ടൽ. ആ അതെ, അവിടെ തന്നെ റെസ്റ്റോറന്റ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഇതൊക്കെ ഇവിടെ എന്താ വെച്ചാ ഓട്ടം ആവുമ്പോ മറ്റേ കളറായിട്ട് കുന്തായൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഇവിടെ ഈ സ്ട്രീറ്റിലൊക്കെ. ആ മറ്റേ ഇലയാണ് അങ്ങനെ കാനഡന്റെ പൈൻ ട്രീ. സമ്മർ ആവുമ്പോ ഫുള്ള് പച്ചപ്പായിരിക്കും. പിന്നെ ഒരു റിവർ ഇങ്ങനെ തിബിലിസിന്റെ നടുവിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാ റിവർ ഇവിടെ ഏതോ. ആ അത് അങ്ങനെ അവിടുന്ന് സാധാരണ ബ്രിഡ്ജ്. അത് താഴെ കൂടെ നടക്കാനുള്ള സ്ഥലം ഉണ്ട് അവിടെ. ഏടാണ് മെട്രോ ഇല്ല, അണ്ടർഗ്രൗണ്ട് ആവും. അതാണ് പീസ് ബ്രിഡ്ജ്. പീസ് ബ്രിഡ്ജ്. പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം നേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം. അപ്പൊ നമ്മുടെ റൂം ഇതില്ലേ, ഇവിടെ നല്ല തണുപ്പതാ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹോട്ടലിൽ ഇരുന്നത് കേട്ടാ, തിബിലിസിയിലെ ഹോട്ടല്. വാ എല്ലാരും ഇറങ്ങി. വേണ്ട ഗ്ലൗസ് വേണ്ട, റൂമിലേക്ക് പോവാം. ഇറങ്ങി വാ. കയറി. നമ്മളെ പാസ്പോർട്ടിൽ ക്യാരി ചെയ്യുന്ന ആളാണ് നമ്മുടെ ഈ ഹബീബ. കംപ്ലീറ്റ് ഒരാൾക്ക് റൂം ചെക്കിൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഹബീബ. ആ ഇതാ ഇവിടെ ഇതിലേ കൂടി വരാവാ. അമ്മനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാർഡ് ഇടാൻ വേണ്ടിട്ട്. ഇതാ റൂം ലൈറ്റിൻ്റെ ഇവിടെയുള്ള റൂമാണ്. ഇങ്ങനെയാണ് കേട്ടോ റൂം കാണുന്നത്. ലൈറ്റ് ഇല്ല, കുറച്ചും കൂടി ലൈറ്റ് നോക്കട്ടെ കേട്ടാ, ലൈറ്റ് ഉണ്ടോന്ന് അറിയില്ല. കുറച്ചത്തോളം ലൈറ്റ് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വേറൊരു ബെഡ്റൂമും ഉണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഇടുള്ളൂ. ആ ഇവിടെ ഒരു ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ ഇട്ട പോലെ അമ്മ അവിടെ ലൈറ്റ് ഇടും. എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്ര മാത്രമേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഇല്ലാന്ന്. അത് ഉണ്ട് അവിടെ പ്ലഗില് ആ ഓക്കെ മോളെ കണ്ടുമ്പോ കണ്ട് നല്ല സിമ്പിൾ ആയിട്ടില്ല ലൈറ്റാണ്. ആ അമ്മ കണ്ടിരുന്ന ആ കണ്ട് ഓക്കെ. ഇത് ബെഡ്റൂം കേട്ടോ, ഒരു ബെഡ്റൂം. പിന്നെ ഇവിടെ അത്യാവശ്യം വീട്ടിൽ കിടക്കാം. ഇവിടെ ഒരു സോഫയിലിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ സാധനങ്ങളിൽ എടുത്ത് വെക്കട്ടെ. പുറത്തേക്കുള്ളൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി പ്ലേസ് കേട്ടോ, തിബിലിസി. മോർണിംഗിൽ നല്ല ഉണ്ടാവില്ലേ, പ്ലാൻ ഉണ്ടാവില്ലേ. ഇതാണ് കേട്ടോ ബാത്റൂം വരുന്നത്. ബാത്റൂം കൂടി വേണം, നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം തന്നെ. പിന്നെ ഇവിടെ എല്ലായിടത്തും നല്ല ഹീറ്ററും ചൂടുവെള്ളം എല്ലാം കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതാ പിന്നെ ഹെയർ ഡ്രയറിലുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് എല്ലായിടത്തും പോവുകയും ചെയ്യാം. പിന്നെ ടോയ്ലറ്റിൻ്റെ അടുത്ത് ആ ഒരു പൈപ്പ് ഉണ്ടാവില്ല, അതേ ഉള്ളൂ. അതിവിടെ എല്ലായിടത്തും കാണുന്ന ഒരു സവിശേഷതയാണ്. ഓക്കെ, നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മേലെ എത്തിയിട്ടുള്ള
ഫുള്ള് നല്ല വ്യൂ ഉള്ള സ്ഥലം അല്ലേ കാണാന്. ഫുഡ് ഓർഡർ ചെയ്താ അമ്രി? ഓർഡർ ചെയ്താ എന്താന്ന്? ശിങ്കു നല്ല ഉണ്ട് ഇത് കാണാൻ അല്ലേ. നീറ്റ് നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി സെറ്റിങ്സ്. നമ്മള് ഫസ്റ്റ് ജോർജിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അതെന്താ ഇതിന്റെ പേര് മെനുവിൽ നോക്കേണ്ടി വരും. കാരണം അവര് നമ്മളോട് പറഞ്ഞത് നല്ല ചിക്കൻ അല്ലേ? ചിക്കനാ പറഞ്ഞത്. ഓ വായിന്ന് വെള്ളം വരുന്ന എന്താ പറയാ, കൊറേ ദിവസം ശരിക്കും നല്ല ഫുഡ് കിട്ടാത്ത പോലത്തെ അവസ്ഥയാണ്. ഈ പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമല്ല. ഇങ്ങനെ പിടിക്കട്ടെ. നമ്മൾ തിബിലിസി എത്തിയിട്ട് പിറ്റേന്ന് രാവിലെ ഒരു സഭയെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തുനിന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. ഉള്ളിൽ ഇട്ടിട്ടുകൊണ്ട് നല്ല ചൂടുണ്ടായിനി. തണുപ്പൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പുറത്ത് ഈ ഒരു ബാൽക്കണി തുറക്കുമ്പോഴേക്ക് ഇതാ വീണ്ടും നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി. സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊരു മേൽക്കെട്ടിയിലാക്കി ആയിട്ടില്ല ആ ഒരു ലുക്ക്. ഇവിടുത്തെ വ്യൂ ആണ്. ആ കറക്റ്റ് ടൈം ലൈറ്റെല്ലാം ഓഫാക്കുന്നു. തണുക്കുന്ന നോർമൽ ഡ്രസ്സായതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. പുറത്ത് കുറച്ചൊന്ന് ഹീറ്റർ എടുത്ത് ഇവിടെ കെറ്റിലുണ്ട്. അപ്പം നമ്മൾ ചായപ്പൊടിയും മറ്റേ എന്താണ് റെയിൻബോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലൈറ്റായിട്ടൊരു ചായയിലാക്കിയിട്ട് തൊണ്ടയിലൊന്ന് ശരിയാക്കിയിട്ടില്ല. എന്നിട്ട് ബാക്കിയുള്ള കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹോട്ടലിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഏതാ ചെമ്പരത്തി പറഞ്ഞത്? ഇതാ ചെമ്പരത്തി നോക്കി നമ്മൾ ചട്ടിയിൽ നട്ടിട്ട് നമ്മൾ നാടൻ ചെമ്പരത്തി തന്നെയല്ലേ തന്നെ റൂമിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടുണ്ട്. അതല്ല നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ്, ഓട്സ്, ബോയിൽഡ് എഗ്ഗ് കാര്യങ്ങളും പിന്നെ എന്താ ഇത് നമ്മുടെ നെസ്കിക്ക് ഇവിടെ നല്ല വ്യൂ ആട്ടോ പുറത്ത്. ഈ ഹോട്ടലിൻ്റെ മേലിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ചർച്ച് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അമൃത്യ അപ്പം നമ്മളെ അടുത്ത ഗ്യാങ് എത്തിയിട്ടുണ്ട് റെഡി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പോയിട്ട് ഇന്ന് ഡ്രസ്സെല്ലാം ഒന്ന് മാറിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നല്ല ഉണ്ട് കാണാൻ. അസ്സലാമലൈക്കും. അവര് കയറട്ടെ ഫസ്റ്റ്. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അപ്പം നമ്മൾ ഈ ഒരു ഓൾഡ് തിബിലിസിന്ന് ഒരു സ്ഥലത്തേക്ക് ഇപ്പം പോകാൻ പോകുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഭൂമിയിലെ സ്വർഗം എന്ന് നമുക്ക് പറയാം. അതായിക്കോ നമ്മൾ സംശയിച്ച്
അത്രക്കും ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് നിങ്ങൾ മിസ് ചെയ്യാതെ എന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗിലേക്ക് കൂടി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.